എന്ന് പറയാമോ? പേരിലീലാമ. ഈ സ്ഥലത്തിൻ്റെ പേര് തെള്ളിയാമറ്റം പഞ്ചായത്ത് തലപ്പലം. തലപ്പലം പഞ്ചായത്ത്. എന്താ ചേച്ചി ഇവിടുത്തെ ബുദ്ധിമുട്ട്? ഇതോട് പറഞ്ഞാൽ ഈ പാറപ്പട പൊട്ടിക്കുന്നതായിട്ട് ഒരുപാട് ശല്യങ്ങളുണ്ട്. വീടെല്ലാം ഞാനിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത്. ആ വീടെല്ലാം മൊത്തം മിണ്ട് കയറിയിരിക്കുക. ഈ താഴെയുള്ള ആൾക്കാരെല്ലാം പരാതിപ്പെട്ടതാണ്. പക്ഷേ അവരത് കേൾക്കുന്നുമില്ല. ഇങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതിൻ്റെ ഈ പ്രശ്നം കാരണം ഞങ്ങളിവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേറെ വീടൊന്നുമില്ല. ഞങ്ങൾ മാറാതിരിക്കുക ഇവിടെ നിന്ന്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ താഴെ ഞാൻ അപ്പുറത്തെ ആൾക്കാരെല്ലാം വലിയ വലിയ ആൾക്കാരെല്ലാം പരാതിപ്പെട്ടിട്ട് ഇവർക്കൊരു അനക്കവും ഇല്ലൊന്നുമില്ല. ഇങ്ങനെ മുന്നോട്ട് പോവുക. എത്ര കാലമായി ശല്യം തുടങ്ങിയിട്ട്? ഇപ്പോൾ ഒരു 10-12 വർഷമായെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഉച്ചയൊക്കെ ആകുമ്പം ഭയങ്കര മുഴക്കമാണ്. ആ മുഴക്കം നമ്മുടെ വീടിൻ്റെ അടി വരെ ഇത് മുഴങ്ങി കയറി വരുന്ന രീതിയിലാണ് വരുന്നത്. വീട്ടിൽ തങ്ങത്തില്ലാത്ത രീതിയിൽ നമുക്ക് കിടന്നുറങ്ങിയപ്പോൾ ഒരു 5 മണി വരെ ഉണ്ട് ഇവരുടെ പരിപാടി. വെളുപ്പിനെ ഒരു 7 മണി തുടങ്ങിയാൽ ഇങ്ങനെ പോവാം. കഴിഞ്ഞ ദിവസം ഒരു പാറമണ്ണിൽ നിന്ന് കല്ല് കൊണ്ടുവന്നൊരു കുഞ്ഞ് കൊച്ച് റോഡിൽ കൂടെ സ്കൂളിൽ നിന്ന് വന്നാൽ അതിൻ്റെ വണ്ടിയുടെ മണ്ടയ്ക്ക് നിന്ന് കല്ല് വീണ് കൊച്ചിൻ്റെ ദേഹത്ത് വീണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി വണ്ടി തടഞ്ഞു. വണ്ടി തടഞ്ഞാൽ അത് പ്രശ്നമൊക്കെ ആയി ഒതുക്കി തീർത്ത് വിട്ടു അവർ. പിന്നെ ഇതുകൊണ്ട് അങ്ങനെ ഒരുപാട് ശല്യങ്ങളുണ്ട് ഇവരൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ പറഞ്ഞാലൊന്നും കേൾക്കുകയൊന്നുമില്ലെന്നേ. ഒത്തിരി പേരൊക്കെ പറഞ്ഞു നോക്കി, താഴെയുള്ളവരെല്ലാം പറഞ്ഞു നോക്കിയതാ. എത്ര കാലമായി ഇവിടെ വാടക താമസിക്കുന്നത്? ഞാനിപ്പോൾ 1 കൊല്ലമായി ഇപ്പോൾ താമസിക്കാൻ തുടങ്ങിയിട്ട്. വേറെ വീട് സ്ഥലമൊന്നും ഇല്ല? ഇല്ല, വേണ്ടില്ല. എൻ്റെ മകന് തലയ്ക്ക് ക്യാൻസറൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരു മകളുടെ സ്ഥലം അവന് കൊടുത്തു. എൻ്റെ വീട് വിറ്റാൽ അവനെ ചികിത്സിച്ച് ഞാൻ. അപ്പോൾ അത് കാരണം അവൻ പിന്നെ മകളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഓക്കെ എന്ന് പറയുമ്പോൾ ഇപ്പം ഇച്ചിരി തലയ്ക്ക് ശകലം പ്രശ്നങ്ങളുണ്ട്. അതിന് ഒരു ചെറിയ ഓപ്പറേഷൻ കൂടെ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ചികിത്സ. ഇതാ ഇപ്പോൾ തന്നെ ഉണ്ടല്ലേ ഈ വീട്. ആ വീടകത്ത് കയറി നോക്കിയാൽ മുഴുവൻ മിണ്ട് കയറിയിരിക്കുക വീട്. വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ? വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. ഈ പാറമടയുടെ പൊട്ടിയത് കാരണം ഈ വെള്ളം കണ്ടി വെള്ളം ഉണ്ടാകും. ഇപ്പോൾ ഇതിൻ്റെ ഈ മുഴക്കം കാരണം വെള്ളം മുഴുവനും പറ്റിപ്പോവുക. അതെ. വേറെ എത്ര കിണറ്റിലിങ്ങനെ വെള്ളം വറ്റിപ്പോയിട്ടായിട്ട് അറിയാം? ഈ ഒരു കിണറേ ഉള്ളൂ. പിന്നെ താഴെ നമ്മൾ കയറി വരുന്നുണ്ട് പഞ്ചായത്ത് കിണർ. അതിൻ്റെ 10-15 മോട്ടർ എടുത്തിരിപ്പുണ്ടെന്ന് ഉണ്ട്. അത് ഈ ഇതിൻ്റെ ഈ മുഴക്കം കാരണം വെള്ളമില്ല. അതാ ഇപ്പം പ്രശ്നം കൂടുതൽ വന്നിരിക്കുന്നത്. ഇത്രയുള്ള എനിക്ക് പറയാനുള്ളത്. പിന്നെ താഴെയൊക്കെ ഒത്തിരി വീട്ടുകാർ താമസിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഇത് ഈ പ്രശ്നം കാരണം വീട് മൊത്തം പോകാറായിരിക്കാം. ഞങ്ങൾ ചിലപ്പോൾ മാറുമായിരിക്കും. പേടിച്ചിട്ട് മാറുന്നത് എങ്ങോട്ടും മാറി താമസിക്കേണ്ടത്. ഇത് ഇടിഞ്ഞ് വീണ് കാര്യം ഷീറ്റാന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ടയ്ക്കോട്ട് വീണാലേ അത് പ്രശ്നമാകില്ല. അതുകൊണ്ട് മാറാന്ന് പറഞ്ഞായിരിക്കും. എന്താ നിങ്ങൾക്ക് ഈ പാറമടയുടെ ശല്യം എന്താ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്? ബുദ്ധിമുട്ട് വരെ ഇത് പൊട്ടുമ്പോഴത്തേനെന്നോ വരെല്ലാം കുലുങ്ങുവന്നേ. കിണറ്റിലാണ് വെള്ളമില്ല. കിണറ്റിൽ വെള്ളം പറ്റിപ്പോയി. ഉറവ് മാറിപ്പോയി. ഈ കിണറ്റിലെ വെള്ളം പറ്റി പോകുന്നതാണോ സാധാരണ? ഇപ്പോൾ മാർച്ച് മാസമല്ലേ? മാർച്ച് മാസം ആകുമ്പോഴത്തേനും വെള്ളം കിട്ടുന്നതാണോ സാധാരണ? അന്നേരം ജലനിധിയൊക്കെ വരുന്നോട്ട് പറ്റുന്നില്ലായിരുന്നേ. ഇപ്രാവശ്യം മഴക്കാലത്ത് പോലും കിണറ്റി വെള്ളമില്ല. അരക്കിണർ വെള്ളം പോലും വരിക. അല്ലെ നിറയാറായി വെള്ളം വരുന്ന മഴക്കാലമൊക്കെ ആകുമ്പോൾ. എത്ര കൊല്ലമായി ഇങ്ങനെ ഈ പാറമടയുടെ ശല്യം നിങ്ങൾക്ക് തുടങ്ങിയിട്ട്? അവിടെ പൊട്ടിക്കുന്നു. അതില് ഇപ്പൊ ഈ ഭാഗത്തോട്ടൊക്കെ നീങ്ങി വന്നിട്ടുണ്ട്. 4-5 കൊല്ലത്തോളമായി. ഇവിടുത്തെ MLA ആരാ? നിലവിലുള്ള അവരോട് കാര്യങ്ങൾ ബോധിപ്പിച്ചായിരുന്നോ? ഞങ്ങളൊന്നും പോയില്ല കേട്ടോ. ഒത്തിരി സ്ഥലത്തോടെ പോയാണോ? ഞങ്ങളല്ല, മലക്കപ്പുറത്തൊക്കെ ഉള്ളവർ അവർക്കൊക്കെ കൂടുതലും പറ്റി. ഈ മാണി കാപ്പനോട് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചതാണോ? ഞങ്ങൾ പോയില്ലോ, ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ടില്ല. എല്ലായിടത്തും അറിയിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ യാതൊരു പ്രയോജനം അവരിവിടെ വന്ന് കാണുകയും ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ ഞങ്ങളിവിടെ സന്ദർശിച്ച് കഴിയുമ്പോൾ താഴെ പെരക്കൊക്കെ വിള്ളലെല്ലാം കണ്ടു ഞങ്ങൾ. അപ്പോൾ അത് കാരണമാണ് ഇതിലെ ആരും അങ്ങനെ പോകുന്നില്ലേ. ഇതിൻ്റെ അപ്പുറം അങ്ങോട്ടാ. അപ്പോൾ ആ അപ്പുറത്തെ കളതോക്കടവ് വരുന്ന റോഡാ. അതിലേ വരാനാ എളുപ്പം. അതിലേ ആയിരിക്കും എല്ലാവരും വരുകയോ പോവുകയൊക്കെ ചെയ്യുന്നത്. ഈ മോളിൽ കാണുന്ന സ്ഥലമെല്ലാം പാറമടക്കാരുടെ ആണോ? ഇതല്ല, ഇത് ഇവരുടെയാ. അതെയോ? അതിന്റെ അപ്പുറത്തോട്ട് ഈ 1.25 ഏക്കർ കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറേ ഈ പാറമടക്കാർ തന്നെയാണ്. അത് എത്ര ഏക്കർ ഉണ്ട് അവർക്ക്? ഒത്തിരി ഉണ്ട്. ഉണ്ട്. ഇത് എവിടുത്തുകാരുടെ? ഇവിടുത്തുകാർ തന്നെയാ. ഇവിടുത്തുകാർ ലീസിന് കൊടുത്താക്കുമെന്നല്ലാടാ അറിഞ്ഞത്. എറണാകുളംകാർക്ക് ലീസിന് കൊടുത്താക്കുമെന്ന് ഞങ്ങൾ കേട്ടത്. അങ്ങനെയാണ്ട് മറിച്ച് കൊടുത്തിരിക്കുന്നോ. ഇതൊരു ആന മുതലാളിയിലാണ് വീട്ടുപേര് നടന്നത്. അയാളെ ആന കുത്തി കൊന്നു. അയാളെ ആന. അതോടുകൂടി ഇത് വേറെ ആർക്കാണ്ട് വിട്ടു കൊടുക്കും. അതല്ലേ? പുളിക്കപ്പാറമടയെന്ന് അറിയുന്നത് പുളിക്കക്കാരുടെ സ്ഥലമായിരുന്നു. പുളിക്കപ്പാറമടയാണോ ഈ സ്ഥലം? പുളിക്കക്കാരുടെ സ്ഥലമായത്.
അതെ. കുലുക്കുവാ ഇപ്പോഴും പൊട്ടിക്കുമ്പോഴെല്ലാം ആ മുകളിൽ ഒക്കെ ഉള്ളവരുടെ കരയ്ക്കൊക്കെ വിള്ളലുണ്ടെന്ന് പറഞ്ഞാൽ അന്നൊക്കെ എല്ലാവരും ഇറങ്ങിപ്പോയി. അതെയോ? അത് ഈ വിള്ളലും കൊണ്ട് പിന്നെ അവർ താഴോട്ട് സ്ഥലം മേടിച്ച് അതെല്ലേ മലയല്ലേ. അതായത് ഈ മുകളിലുള്ള വീട്ടുകാരൊക്കെ പോകാൻ കാരണം എന്താ? കാരണം അവര് മലയായതുകൊണ്ടായിരിക്കും കേട്ടോ ഇറങ്ങിപ്പോയത്. ഈ പാറപൊട്ടിയിൽ കാരണം? പാറപൊട്ടീരിൻ്റെത് പറഞ്ഞില്ല, ഇനിയിപ്പുറം മല കാരണം ഇറങ്ങിപ്പോയി. പാറ പൊട്ടിക്കുന്നതിൻ്റെ ഉണ്ട്. പേടിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്? പേടി കുന്നല്ലേ, എല്ലാവർക്കും കയറി വരാനൊക്കെ പാട്. ഞങ്ങൾക്കൊക്കെ പാടാ. ഇപ്പം ഞങ്ങൾക്കാണെങ്കിലും ഇറങ്ങി പേടിയാണെങ്കിലും നല്ലവരുള്ളൂ കേട്ടോ. അതുകൊണ്ട് പേടിയാണ് ചെയ്യുന്നത്. പേടിയെന്ന് പറഞ്ഞാൽ നല്ലൊരു പേടിയുണ്ട്. പറിക്കാതിരിക്കുന്നതും പേര മൊത്തം കുലുങ്ങുക. മനുഷ്യന് പേടിക്കാതിരിക്കാൻ പറ്റിയതല്ല, ഇതുപോലെ പേടിക്കണ്ട. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ള വെള്ളം കിട്ടാൻ പാടാം, ഉറവ് മാറിപ്പോവുക. പിന്നെ ഇതിനകത്തൊക്കെ വലിയ വലിയ ആൾക്കാർ കൈക്കൂലി മേടിച്ചിട്ട് കെട്ടിക്കുന്നുണ്ടെന്നൊക്കെ ഒരു അറിവുണ്ട്. നമുക്കറിയത്തില്ല ആരൊക്കെയാണെന്ന്, സത്യമാണോ ശരി നുണയാണോ നമുക്കറിയത്തില്ല. പറഞ്ഞുള്ള അറിവുള്ളൂ. വെള്ളമില്ല, ഇതുമാണ് പ്രശ്നം. പാറപൊട്ടിയിൽ കാരണം അടുത്തായിട്ട് ഉരുൾ പൊട്ടാനുള്ള സാധ്യതകളുണ്ടെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഇവിടെ ഉരുളങ്ങനെ വല്ലതും പൊട്ടിയിട്ടുണ്ടോ നേരത്തെ? ഇല്ല. നന്നായിട്ട് പൊട്ടിയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. അല്ലല്ല. അതല്ലേ? കണ്ടാൽ പേടിയാവുന്നു. മോളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? ഇനി ചെന്നപ്പോൾ അവിടെ നേരം പോയില്ല. ഒരു വേണമെങ്കിൽ കളത്തക്കുളം വെട്ടിപ്പുറമ്പിൽ നിന്ന് കയറി വരുവാണെങ്കിൽ റോഡുണ്ട്. അവിടെ റോഡില്ല, അവരുടെ കോമ്പൗണ്ടല്ലേ അത്? അങ്ങനെ അവരുടെ കോമ്പൗണ്ട് ഇല്ലേ? കോമ്പൗണ്ടിൽ കൂടെ അല്ലേ പാറമടയിലേക്ക് പോകുന്നേ? അവിടെ വീടിൻ്റെ പുറകിലല്ലേ പാറമട, ആ ട്രാക്ടർ കിടക്കുന്നേ? പക്ഷെ വെട്ടിപ്പറമ്പ് കവലയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാം. അതെയോ? വെട്ടിപ്പറമ്പ് കവല വന്നു കഴിഞ്ഞാൽ കാണാം. പാറ പൊട്ടിച്ചിരിക്കുന്ന റോം ഭാഗം കാണാം. അങ്ങനെയാട്ടെ. ഈ ഭിത്തിക്കൊക്കെ വിള്ളലുണ്ടോ? ഈ ഒരു പേരയുടെ ഒത്തിരി ഉണ്ടായിരിക്കുന്നു. അത് വെടി വെക്കുന്ന സമയത്ത് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ അത്ര അറിയത്തില്ല. കേട്ടാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബുദ്ധിമുട്ടുന്നുണ്ട്. ഉണ്ട്. ഭൂമി ഉരുകാൻ തോന്നുന്നു. നമ്മൾ സാധാരണ ഒരു പെരയ്ക്ക് 5-6 കല്ല് പൊട്ടിക്കുന്ന പോലെ അല്ലല്ലോ ഇത്. അതുപോലെ ഭീഷണിയാണ്. ഒരു ദിവസം എത്ര പ്രാവശ്യം പൊട്ടിയിട്ടുണ്ട്? 5-8 പ്രാവശ്യം പൊട്ടിയിട്ടുണ്ട് കുറഞ്ഞത്. ഇത് പേരെങ്ങനെയാ? അപ്പൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ബാലേന്ദ്രൻ. ഇവിടെ വീട്ടുപേര്? ദീപ്തി സദനം. പഞ്ചായത്ത്? തലപ്പുഴം. വാർഡ്? പഴയത് 3, ഇപ്പം 4. വാർഡ് മാറിയോ? ഒരു വാർഡ് കൂടുതൽ വന്നില്ലേ ഒരു പഞ്ചായത്തിന്? അതല്ലേ? അങ്ങനെ വന്നപ്പോൾ വാർഡിന് മാറ്റം വന്നു, നമ്പർ മാറ്റം വന്നു. ഇത് കോട്ടയം ജില്ല? കോട്ടയം ജില്ല. ഇവിടുന്ന് മലങ്കരയ്ക്ക് എത്ര ദൂരമുണ്ട്? മലങ്കര ഡാമിലേക്ക്? അതറിയത്തില്ല. 8 പഞ്ചായത്തേ ഉള്ളൂ, പിന്നെ നീരാറ്റോട്ടെ. ആളുണ്ടോ?